ഹായ്, നമസ്കാരം. നമുക്കിന്ന് സോയ ചങ്കിൻ്റെ ഫ്രൈ വെച്ചിട്ട് ചപ്പാത്തി ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ സോയാബീൻ വേണം, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ കടുവറുക്കാനുള്ള സാധനങ്ങൾ, പിന്നെ 2 മുട്ടയും വേണം. പിന്നെ അതിന് വേണ്ടുന്ന മസാല ഐറ്റംസ്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം ഈ സോയ കണ്ടിച്ച് പാക്കറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം ചെറുതായിട്ട്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പം നമ്മൾ സോയ വേവിച്ചെടുത്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ചെറിയ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണമാക്കി എടുക്കണം. അപ്പം നമ്മൾ സോയ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുവാണ്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിക്ക് നമ്മൾ പാത്രം വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളെ കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കടു നല്ല മൂത്ത് നല്ല പരുവായിരിക്കുകയാണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി വാട്ടാൻ വേണ്ടി ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനകത്ത് നമ്മൾ സോയാബീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേണ്ട നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് സമയത്ത് നമുക്ക് ഇത് ആക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രൈ ആക്കി മുട്ടയും കൂടെ ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് കിട്ടും. ഉള്ളി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മസാല വരട്ടി വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സോയ ഒരു ബൗളിലോട്ട് ഇടാം ആദ്യം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമുക്ക് കാശ്മീരി ചില്ലിയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നിറം കൂടുതൽ കിട്ടും. ഇത് ആകുമ്പോഴത്തേക്ക് എരി കൂടും. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന്, പിന്നെ നമുക്ക് വേണ്ടി ഗരം മസാലയാണ്. ഗരം മസാല കുറച്ച് മതി. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊടിച്ചു കൊടുക്കാം. രണ്ട് മുട്ട. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുറച്ച് അരിമാവായാലും മതി, അതല്ലെങ്കിൽ മൈദ ആയാലും മതി. നമ്മൾ ചുവ മസാല വരട്ടി അതിൻ്റെ പരുവത്തിനാക്കി വെച്ച് ഇനി നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ഫ്രൈ ആക്കാൻ വേണ്ടി പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം.
ഇത് മുട്ടയും കൂടെ ചേർത്തേക്കുന്നത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും, നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല, ഒട്ടിപ്പോയാലും ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി അല്ല നിറമായി. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തേക്ക് തക്കാളിയും കൂടെ കൊടുക്കാം. തക്കാളിയും കൂടെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ആക്കി എടുക്കുന്ന മസാലയും കൂടെ സോയാബീനും കൂടെ ചേർക്കാം. അപ്പോൾ സോയാബീനും മസാല പിടിച്ചത് ഫ്രൈ ആയി വരുന്നുണ്ട്. അത് ചുവ ഇളക്കി തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. ഒട്ടുവാന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് ഇളകിയാണ് പൊയ്ക്കോളും. അതുകൊണ്ട് കൂടിച്ചേർന്ന് പോകത്തില്ല. അപ്പോൾ നമ്മളെ സോയ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ആയിക്കഴിഞ്ഞത് നമുക്ക് കട്ടിയാവുന്ന രീതിയിൽ ഫ്രൈ ആവണ്ട, സോഫ്റ്റായിട്ടിരുന്നാൽ മതി. അപ്പോൾ സോഫ്റ്റായിട്ടിരുന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ എരിയും മസാല എല്ലാം കറക്റ്റ് നല്ല പ്രയോജനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപ്പ് ചുവ പിടിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് പിടിക്കാൻ പാടായിരിക്കും സോയക്കകത്ത്. അപ്പോൾ ഇനി നമുക്കിത് വാങ്ങി വെച്ച് കൊടുത്തിട്ട് നമ്മളെ മസാല കൂട്ടി ശരിയാക്കാം. നമ്മളെ മസാല ആയിക്കൊണ്ടിരിക്കുകയാണ്. സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് തക്കാളിയും സവാളയെല്ലാം നല്ല പരുവത്തിനായിരിക്കുകയാണ്. നമുക്കിതിനകത്തേക്ക് കൂടെ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. എരിയെല്ലാം മറ്റേതിനകത്ത് ആവശ്യത്തിന് പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിക്കും തക്കാളിയും വെന്ത ഇതിന് മാത്രമുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് മറ്റേത് എരിയെല്ലാം നല്ല പരുവത്തിന് പിടിച്ചിട്ടുണ്ട്, എരി ഉപ്പുമല്ല. ഒരു ശകലം മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു സാധനം ഇട്ടേക്കാം. നമ്മൾ മറ്റേ ഈ പരുവത്തിനുള്ളത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. കുരുമുളക് പൊടിയും കുറച്ച്, ഗരം മസാല പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ച മണം മാറുന്ന നേരം ഇളക്കി കൊടുക്കാം. ശമ്പളം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത സോയയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ശമ്പളം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത സോയയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇളക്കെല്ലാം നല്ല പരുവത്തിനായി. നമുക്ക് ഇന്നത്തേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല മണവും ഒക്കെ അതിൻ്റെ കറിവേപ്പില കുറച്ച് ചേർത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
നമ്മളെ രുചികരമായ സോയാ ചങ്ക് ഫ്രൈ ആയിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അടിപൊളി. ഇനി ഞാൻ പാചകം ചെയ്തതൊക്കെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ മോനെ വിളിച്ചു നോക്കാം, അവൻ എന്താ പറയാൻ നോക്കാം. മോനെ ഇതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട്. സൂപ്പർ. മോമേ, സോയാ ചങ്ങിന്റെ കറി എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ കറി നമ്മളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇടണം കറി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ. ബൈ ബൈ.